ഐ ആം സോറി ഫോർ ബീയിങ് ലേറ്റ്. ഞാൻ ലേറ്റ് ആയതിൽ ക്ഷമ ചോദിക്കുന്നു. ഐ ആം സോറി ഫോർ ഷൗട്ടിംഗ് അറ്റ് യു ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടതിൽ ക്ഷമ ചോദിക്കുന്നു. ഐ ആം സോറി അബൌട്ട് ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ്. അസൗകര്യം ഉണ്ടായതിൽ ഐ ആം സോറി. സോറി ഫോർ ആൻഡ് സോറി എബൌട്ട്. സോറി എന്ന വേർഡ് കഴിഞ്ഞ് ഫോർ വേണോ എബൌട്ട് വേണോ എന്ന ഒരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ കേട്ടോളൂ. വളരെ സ്പെസിഫിക് ആയ ഒരു മിസ്റ്റേക്ക്, നമ്മൾ തന്നെ വരുത്തിയ ഒരു മിസ്റ്റേക്ക്, നമ്മുടെ ഫോൾട്ട് തന്നെ, നമ്മൾ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നെങ്കിൽ സോറി ഫോർ ഉപയോഗിക്കാം. ഐ ആം സോറി ഫോർ നോട്ട് ഹെൽപ്പിംഗ് യു. ഐ ആം സോറി ഫോർ നോട്ട് ഹെൽപ്പിംഗ് യു. ഞാൻ നിന്നെ സഹായിക്കാഞ്ഞതിൽ സോറി. എൻ്റെ തെറ്റ് തന്നെ, ഞാൻ നിന്നെ സഹായിക്കാഞ്ഞത്. ഞാൻ തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു എന്ന മട്ടിലാണ് അത് പറയുന്നത്. ഐ ആം സോറി ഫോർ നോട്ട് ഹെൽപ്പിംഗ് യു. ഇനി വേറൊരു സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. ഷീ ഈസ് സോറി ഫോർ എവറിത്തിങ് ഷീ ഡിഡ്. അവൾ ചെയ്തതിനെല്ലാം അവൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഷീ ഈസ് സോറി ഫോർ എവറിത്തിങ് ഷീ ഡിഡ്. നെക്സ്റ്റ് വൺ, ഐ ആം സോറി ഫോർ വാട്ട് ഐ ഡിഡ് ടു യു. ഞാൻ നിന്നോട് ചെയ്തതിന് സോറി. ഐ ആം സോറി ഫോർ വാട്ട് ഐ ഡിഡ് ടു യു. ഇനി സോറി എബൌട്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത്? വളരെ ജനറലായിട്ട് അപ്പോളജൈസ് ചെയ്യേണ്ടി വരുമ്പോൾ, നമുക്ക് ക്ഷമ പറയേണ്ടി വരുമ്പോൾ സോറി എബൌട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഫോൾട്ട് കൊണ്ടല്ല, നമുക്ക് പേഴ്സണൽ ആയിട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കുറ്റമല്ല. അങ്ങനെ ആണെങ്കിൽ പോലും സംഭവിച്ചതിൽ നമ്മൾ വിഷമിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം സോറി എബൌട്ട്. ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ ആം സോറി അബൌട്ട് ദ മെസ് ദാറ്റ് വാസ് കോസ്ഡ്. ആകെ മെസ്സായി കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരടുക്കും ചിട്ടയും ഒന്നും ഇല്ലാതെ താറുമാറായി കിടക്കുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു അവസ്ഥ, അതാണ് മെസ്. ഐ ആം സോറി അബൌട്ട് ദ മെസ് ദാറ്റ് വാസ് കോസ്ഡ്. അങ്ങനെ ഒരു മെസ് ഉണ്ടായതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന അർത്ഥത്തിലാണ് അവിടെ അങ്ങനെ പറയുന്നത്. ഐ ആം സോറി അബൌട്ട് ദ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ്. സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം സോറി. ഖേദമുണ്ട്, വിഷമമുണ്ട്, സംഭവിച്ചത് വിഷമമുള്ള കാര്യമായി പോയി എന്നൊക്കെ പറയില്ലേ, അതാണ് സോറി എബൌട്ട്. ഐ ആം സോറി അബൌട്ട് വാട്ട് ഐ ഹേർഡ്. ഞാൻ കേട്ട ന്യൂസിന് ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നു എന്ന മീനിങ് ആണ് ഇവിടെ. അപ്പോൾ ഈ സോറി ഫോർ എവിടെ ഉപയോഗിക്കും, സോറി എബൌട്ട് എവിടെ ഉപയോഗിക്കുമെന്ന് മനസ്സിലായല്ലോ. പക്ഷേ ഈ ഒരു റൂളിന് ഒരു എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരാളുടെ നഷ്ടത്തെ പറ്റിയാണ് പറയുന്നതെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ, ഐ ആം സോറി എബൌട്ട് യുവർ ലോസ് എന്ന് വേണോ, ഐ ആം സോറി ഫോർ യുവർ ലോസ് എന്നാണോ പറയേണ്ടത്? ഐ ആം സോറി ഫോർ യുവർ ലോസ് എന്ന് തന്നെയാണ് വേണ്ടത്. ഐ ആം സോറി ഫോർ യുവർ ലോസ്.